വണ്ടിപ്പെരിയാർ CHCയിൽ കോൺഗ്രസ് നടത്തിവന്ന അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിച്ചു. ഡീൻ കുര്യാക്കോസ് MP DMOയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് കഴിഞ്ഞ 24 ദിവസമായി നടന്നുവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചത്. ആശുപത്രിയിൽ രാത്രികാലങ്ങളിൽ ഡോക്ടറുടെ സേവനവും കിടത്തി ചികിത്സയും ഉറപ്പാക്കുമെന്ന് MP പറഞ്ഞു. വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ രാത്രികാലത്ത് ഡോക്ടറുടെ സേവനവും കിടത്തി ചികിത്സയും പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ 24 ദിവസമായി കോൺഗ്രസ് സമരം നടത്തി വന്നിരുന്നത്. തുടർന്ന് ഡീൻ കുര്യാക്കോസ് MPയും കോൺഗ്രസ് നേതാക്കളും DMOയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. രാത്രികാലത്ത് ഡോക്ടറുടെ സേവനം അടിയന്തര ഘട്ടങ്ങളിൽ ലഭ്യമാക്കുമെന്നും അസിസ്റ്റന്റ് സർജന്റെ ഒഴിവിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ പൂർത്തീകരിക്കുമെന്നും ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാണ് വണ്ടിപ്പെരിയാർ. ഏറ്റവും കൂടുതൽ ഔട്ട് പേഷ്യൻസ് വരുന്ന ആശുപത്രിയുടെ ഒരു ശോച്യാവസ്ഥ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. ഈ അടുത്ത നാളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഡോക്ടർമാർ അവിടെ എത്തുന്നില്ല എന്നുള്ളതായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ 24 ദിവസമായി സമരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ചിപ്പോൾ DMO തലത്തിൽ നടത്തിയ ചർച്ചയിൽ ഒരു കിടത്തി ചികിത്സാ കേന്ദ്രം എന്നുള്ള നിലയിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അതിൻ്റേതായ സേവനം ലഭിക്കുന്നത് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇൻ പേഷ്യൻസ് അവിടെ അഡ്മിറ്റഡ് ആകുന്ന ആളുകൾക്ക് അവിടെ കിടത്തി ചികിത്സ നൽകുന്നതാണ്. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് ഇന്ന് DMOയുമായി നടത്തിയ ചർച്ച വിജയിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ അവിടെ കിടത്തി ചികിത്സ ആരംഭിക്കാവുന്ന ഒരു തരത്തിലേക്കുള്ള തീരുമാനമാണ് ആയിട്ടുള്ളത്. സമരം തുടങ്ങിയതിനു ശേഷം 2 ഡോക്ടർമാരെ നിയമിച്ചിരുന്നു. ഇതോടെ 4 ഡോക്ടർമാരുടെ സേവനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാണ്. കിടത്തി ചികിത്സ പുനരാരംഭിക്കാൻ വണ്ടിപ്പെരിയാർ CHC മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയതായി DMO ഡോക്ടർ L. മനോജ് പറഞ്ഞു. ഡീൻ കുര്യാക്കോസ് MPക്കൊപ്പം KPCC അംഗം AP ഉസ്മാൻ, DCC ഭാരവാഹികളായ ഷാജി പൈനാടത്ത്, R. ഗണേശൻ, M. ഉദയസൂര്യൻ, കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട്, രാജൻ കൊഴുവമാക്കൽ, PT വർഗീസ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു.